വിശുദ്ധ ബൈബിളിലൂടെ യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 18 20 വാക്യത്തിൽ പറയുന്നു, 2 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അതെ, ഇവിടെ സത്യമായിട്ടും യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ ആയിരിക്കുന്ന ഈ സ്ഥലത്തും ഈ പ്രദേശത്തുമെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ്റെ നാമത്തിലാണ് ഞങ്ങളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾ കേട്ടറിഞ്ഞ, ഞങ്ങൾ വായിച്ചു മനസ്സിലാക്കിയ, ഞങ്ങൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. അതെ, ബൈബിളിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. യേശു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. ഇത് യേശുവിൻ്റെ വെറും വാക്കുകൾ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യമാണ് അവിടുന്ന് നമ്മോട് അരുളി ചെയ്തത്. യേശു ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് നന്മ മാത്രം ചെയ്തവനാണ്. താൻ കണ്ടുമുട്ടിയ എല്ലാവരിലും സ്നേഹവും നന്മയും മാത്രം പകർന്നു കൊടുത്ത് ജീവിച്ച് കടന്നുപോയവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. താൻ കണ്ടുമുട്ടിയവരെ എല്ലാം സുഖപ്പെടുത്തി, അവരെ ആശ്വസിപ്പിച്ചു, അവർക്ക് വേണ്ടതെല്ലാം പകർന്നു നൽകി. അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ച് ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ആരെയും വേദനിപ്പിക്കാത്തവനാണ് യേശു. എന്നിട്ടും അവസാനമായി അവന് ലഭിച്ചത് പീഡാസഹനവും കുരിശുമരണവുമാണ്. ആ കുരിശുമരണത്തിൽ മരിക്കാറായ സമയത്ത്, കുരിശിൽ കിടക്കുന്ന സമയത്ത് യേശു പിതാവിനോട് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തന്നെ പീഡിപ്പിച്ചവരെ, തന്നെ ക്രൂരമായി മർദ്ദിച്ചവരെ, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും നിഷ്ഠൂരമായി തന്നെ പീഡിപ്പിച്ചവരോട് അവിടുന്ന് ക്ഷമിക്കുകയാണ്, അവരെ സ്നേഹിക്കുകയാണ്. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ആ കുരിശിൽ കിടന്നുകൊണ്ട് പോലും. ഇത് തന്നെയാണ് യേശു നമ്മെയും പഠിപ്പിക്കുന്നത്.